നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം വല്ലാണ്ട് രീതിയിൽ കനത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അമേരിക്ക ഇറാൻ സംഘർഷം അതിരൂക്ഷമായി മുമ്പോട്ട് പോകുമ്പോൾ ഒരു പരിധിവരെ വലിയ തരത്തിലുള്ള സമാധാനം പശ്ചിമേഷ്യയിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം കൈവിട്ടു പോയിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സമാധാന ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലോട്ടാണ് പോകുന്നത്. മാത്രമല്ല ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി വല്ലാണ്ട് ഉടലെടുക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും പുറമെ തന്നെ ഇപ്പോൾ കുവൈത്തിലും ബഹ്റൈനിലും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക്, അതായത് US ബേസിന് നേരെ ഇറാൻ നേരിട്ട് ഇന്നലെ ആക്രമണം നടത്തി എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു. മാത്രമല്ല അതേസമയത്ത് തന്നെ അമേരിക്കയുടെ തിരിച്ചടിയും ഇറാനെതിരെ അതിരൂക്ഷമായി തന്നെ മുമ്പിലുണ്ട്. ഇതിനു മറുപടിയായി ഇത്തരത്തിലുള്ള അമേരിക്കയുടെ ബേസുകൾക്ക് ആക്രമിച്ചതിന് മറുപടിയായി അമേരിക്ക ഇറാൻ്റെ സുപ്രധാന തീരദേശങ്ങളായ ബദർ അബ്ബാസ്, അതുപോലെ തന്നെ ജാസ്ക്, സിറിക്ക് പോലത്തെ നഗരങ്ങളിൽ അമേരിക്കൻ സേനയും കൃത്യമായി വളരെ രൂക്ഷമായി തിരിച്ചടി നൽകി എന്നുള്ള തരത്തിലെല്ലാം വാർത്തകൾ വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ഇറാൻ്റെ കൃത്യമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വെച്ചിട്ടുള്ള കൃത്യമായ സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് നടത്തിയതെന്നാണ് ഏറ്റവും പുതുതായിക്കൊണ്ട് അമേരിക്ക ഔദ്യോഗികമായി പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇറാനിലെ കെഷൻ ദ്വീപിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഒരു ദമ്പതികളടക്കം 2 വയസ്സുള്ള ഒരു കുട്ടിയടക്കം മരണപ്പെട്ടതോടുകൂടി ഇറാൻ വല്ലാണ്ട് തരത്തിൽ പ്രകോപിച്ച് രംഗത്ത് വരുന്നുണ്ട്. ഇതിന് മറുപടിയായി അമേരിക്കക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ ഇതിനോടൊപ്പം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമെന്നോളം ഇന്നലെ കുവൈത്തിലും അതുപോലെ തന്നെ പല ഭാഗങ്ങളും അതിരൂക്ഷമായിട്ട് തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഉണ്ടായിരുന്നു. അതല്ലാണ്ട് ഇന്നലെ ഉണ്ടായ മറ്റൊരു കയ്യബദ്ധം എന്നുള്ള രീതിയിൽ പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ചൈനയുടെ ഒരു സ്ഥലങ്ങൾ, ചൈനീസ് കെട്ടിടത്തിൽ ഇറാൻ നേരിട്ട് പോയി ആക്രമിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായി. അത് തെറ്റ് പറ്റിയതാണെന്നുള്ള രീതിയിൽ പുറത്തു വരുന്നുണ്ട്. ഇതിനെതിരെ ചൈനീസ് നേതാക്കന്മാർ ഇറാനോടുള്ള വിയോജിപ്പ് ശക്തമായി രേഖപ്പെടുത്തുകയും അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. മാത്രമല്ല ഇറാനിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്നതും ചൈന തന്നെയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ വഴി നൽകുന്ന 400ഓളം ഷോൾഡർ ഫയർ മിസൈലുകൾ, പ്രതിരോധ സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇപ്പം ഇറാന് ലഭിക്കുന്നത് ചൈനയുടെ പക്കൽ നിന്നാണ്. ചൈന പാകിസ്ഥാനിലോട്ട് നൽകുന്നു, അവിടെ നിന്നും പാകിസ്ഥാൻ കൃത്യമായി അത് ഇറാനിലോട്ട് എത്തിക്കുന്നു. ഇത്തരത്തിൽ 2 കാലിലും തോണിയിട്ടുകൊണ്ടുള്ള ഒരേ സമയം ഇറാൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഭാഗത്ത് അമേരിക്കയുമായിട്ടുള്ള അത്താഴ വിരുന്നിൻ അസീം മുനീർ, ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന് പരമോന്നത മിലിറ്ററി നേതാവായ അസീം മുനീർ അമേരിക്കയുമായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും അത്താഴത്തിന് പോകുന്നു. അതേപോലെ തന്നെ മറുവശത്ത് ഇത്തരത്തിൽ ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇറാൻ ഇത്തരത്തിലുള്ള ചൈനയുടെ ആയുധങ്ങൾ കൃത്യമായിട്ട് ഇറാനിലോട്ട് എത്തിച്ചു കൊടുക്കുന്നു. അപ്പം യഥാർത്ഥ ചെന്നായ ആരാണ് എന്നുള്ള വലിയ ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. കാരണം ഒരേ വശത്ത് തന്നെ അമേരിക്കയുമായി നല്ല ബന്ധം പുലർത്തുന്നു, അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു, അമേരിക്കയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. മറുവശത്ത് യുദ്ധത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും വീണ്ടും ഇറാനും ചെയ്തു കൊടുക്കുന്നു. അതേസമയം തന്നെ ഇറാൻ ആക്രമിക്കുന്നതിന് വേണ്ടി സൗദി അറേബ്യക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ വലിയൊരു ചോദ്യചിഹ്നം ഇപ്പോൾ നിൽക്കുന്നുണ്ട്, ആരുടെ ഭാഗത്താണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ. അപ്പം ഇത്തരത്തിൽ ചൈനയുടെ കെട്ടിടങ്ങൾ പോയി ആക്രമിച്ചത് വലിയ തരത്തിലുള്ള തിരിച്ചടിയായി ഇറാന് എന്നുള്ള തരത്തിലെല്ലാം മുഖ്യധാര രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറയുന്നുണ്ട്. മാത്രമല്ല ഇപ്പം യുദ്ധം വല്ലാണ്ട് വ്യാപിച്ചു പോകുമോ എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് യമനിലെ ഇറാൻ അനുകൂല ഹൂതി വിമതരും അതുപോലെ തന്നെ സൗദി അറേബ്യക്ക് നേരെ ആക്രമണം കൃത്യമായി നടത്തൂ എന്നുള്ളതും, ഇതിന് പകരമായി സൗദിയും അമേരിക്കയും ചേർന്ന് ഇറാഖിലെ ഇറാൻ അനുകൂല സംഘടനകളെ ആക്രമിച്ചു എന്നുള്ളതും, ഇതോടൊപ്പം തന്നെ ഇറാഖിലെയും സൗദിയിലെയും ഈ യുദ്ധത്തിൻ്റെ നേരിട്ടുള്ള ഭാഗമായി അമേരിക്കയും മാറുന്നു എന്നുള്ള രീതിയിലെല്ലാം കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നു. മാത്രമല്ല ഈ വിഷയം ബന്ധപ്പെട്ട് പിന്നീട് ഈജിപ്തിൽ നിന്ന് പാചകവാതം കൊണ്ടുപോകുന്ന അമേരിക്കൻ കപ്പലുകൾക്കെതിരെ ഇറാൻ കൃത്യമായി തിരിച്ചടി അടിക്കുന്നു. ഏകദേശം 2ഓളം കപ്പലുകൾ ഇറാൻ പൂർണ്ണമായി നശിപ്പിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം വന്നിരുന്നു. മാത്രമല്ല ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയായ ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണത്തെ ചൊല്ലി ഒമാനും അതുപോലെ തന്നെ ഇറാനും തമ്മിൽ നേരിട്ടുള്ള തർക്കം നടക്കുന്നു എന്നുള്ളതും, ഇതിൻ്റെ 50% അധികാരം ഒമാൻ്റെ കയ്യിലാണ് എന്നുള്ളത് ഒമാൻ ഔദ്യോഗികമായി അവകാശപ്പെടുന്നു. പക്ഷേ ഇതിനെതിരെ ഇറാൻ ശക്തമായി രംഗത്ത് വരുന്നു. അങ്ങനെ ആർക്കും ഹോർമൂസ് വിട്ടുകൊടുക്കില്ല എന്നുള്ള തരത്തിലും ഈ പറഞ്ഞ പോലെ ഒമാൻ്റെ ഈ നീക്കത്തിന് പിന്നിൽ അമേരിക്ക കൃത്യമായി ഇടപെടുന്നുണ്ട്. അമേരിക്കയുടെ ഇടപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ള തരത്തിലെല്ലാം വാർത്തകൾ വരുന്നുണ്ട്. അതേസമയം തന്നെ ഒരു ആശ്വാസപരമായ വാർത്ത എന്ന് പറഞ്ഞാൽ അത് ഗസയിൽ ഇസ്രായേൽ യുദ്ധം സമാധാനത്തിലോട്ട് എത്തുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. നമുക്കറിയാം, ഒരു 7-ാം തീയതി വലിയ തരത്തിൽ ഹമാസിൻ്റെ ഹൂതികൾ കൃത്യമായി ഇത്തരത്തിൽ ഇസ്രായേലിനെതിരെ അറ്റാക്ക് ചെയ്യുന്നു.
അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയ യുദ്ധത്തിൽ പലതരത്തിലുള്ള യുദ്ധങ്ങളാവുന്നു. അവസാനം അത് കരയിൽ കയറിക്കൊണ്ട് ഇസ്രായേൽ സേന ഒരുപാട് ആൾക്കാരെ കൂട്ടക്കൊരുതി നടത്തുന്നു. അപ്പം ഇത്തരത്തിൽ നടക്കുന്ന ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ ഫലസ്തീൻ വിഷയത്തിൽ കൃത്യമായി ഹമാസ്, ഗാസ വിഷയത്തിൽ കൃത്യമായി ഈ രാജ്യങ്ങൾ മധ്യസ്ഥത വഹിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായി കൃത്യമായി ബന്ധങ്ങളെല്ലാം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ള ഡൊണാൾഡ് ട്രംപ് തന്നെ അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെ കൃത്യമായി പറഞ്ഞത്. മാത്രമല്ല ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്നും പൂർണ്ണമായി പിന്മാറിയാൽ മാത്രമേ ആയുധം താഴെ വെക്കാൻ തയ്യാറാവൂ എന്ന് ഹമാസ് തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ സേന ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു കാര്യം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നാളിതുവരെ ഏകദേശം 73,000-ലധികം ഫലസ്തീനികളെയാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. ഹമാസ് ആദ്യം നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 1,250ഓളം ഇസ്രായേലി ആൾക്കാരും പട്ടാളക്കാരടക്കം കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. മാത്രമല്ല അതേസമയം തന്നെ ഒക്ടോബർ 27 വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഇസ്രായേലിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചും ഒരു തീക്കളി തന്നെയാണ്. അതുകൊണ്ട് ഏത് തന്നെയും തെരഞ്ഞെടുപ്പ് വിജയിക്കണം, അതുകൊണ്ട് യുദ്ധം ഏതറ്റം വരെയും കൊണ്ടുപോകുക എന്നുള്ളത് കൂടി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മുമ്പിലുണ്ട്. മാത്രമല്ല ഇസ്രായേലി കോടതിയിലടക്കം അദ്ദേഹത്തിനെതിരെ ഒരുപാട് കേസുകളുണ്ട്. അപ്പം മാത്രമല്ല അന്താരാഷ്ട്ര കോടതി അടക്കം അദ്ദേഹത്തെ കുറ്റവാളിയായി പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിരുന്നു. ഇതിനെതിരെ പിന്നീട് സൊഹ്റാൻ മംദാനി അടക്കമുള്ള അമേരിക്കൻ ന്യൂയോർക്ക് മേയർ പരസ്യമായി രംഗത്ത് വന്നായിരുന്നു. ഇവിടെ കാല് കുത്തിയാൽ അറസ്റ്റ് ചെയ്യും എന്നുള്ള തരത്തിലെല്ലാം പറഞ്ഞായിരുന്നു. പക്ഷേ അതൊന്നും അങ്ങനെ നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. എന്നിരുന്നാൽ പോലും അത് വലിയ തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നു. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയം അതുപോലെ തന്നെ ഈ എണ്ണയുടെ ഉയർച്ചയും വലിയ തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ മിതവാദികളായ മസൂദ് പെസഷ്കിയാനും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി അവരുടെ അബ്ബാസ് അറാച്ചിയും സമാധാനത്തിന് ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഈ പറഞ്ഞ പോലെ ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനയുടെ മകൻ മുജ്തബ ഖമനയി ഇത്തരത്തിൽ അദ്ദേഹം ഒരു എക്സ്ട്രീമിസ്റ്റ് ആയതുകൊണ്ട് സമാധാന കരാറുകളെല്ലാം പ്രതികൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. മാത്രമല്ല പശ്ചിമേഷ്യയിൽ ഈ ആഗോള യുദ്ധം കാരണം ആഗോള വിപണിയിൽ തന്നെ എണ്ണവില ബാരലിന് $72 നിന്നതിനും 90 വീണ്ടും കുതിച്ചുയർന്നു എന്നുള്ള തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. അപ്പം യുദ്ധം എല്ലാ തരത്തിലും കൈവിട്ടു പോകുന്നു എന്നുള്ളതും അതിനിടയിൽ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധത്തിലും പുതിയ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. റഷ്യയിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ അസോവ് കടലിൽ, അതായത് സീ ഓഫ് അസോവിൽ റഷ്യൻ കപ്പലുകൾ പൂർണ്ണമായി തകർത്തു എന്നുള്ളതും ഇതിന് മറുപടിയായി റഷ്യ അതിശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു എന്നുള്ളതും 80 മിസൈലുകളും ഏകദേശം 250 ഡ്രോണുകളും ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ട് യുക്രൈൻ്റെ നഗരങ്ങളിലോട്ട് വിട്ടു എന്നുള്ളത്, പ്രത്യേകിച്ച് യുക്രൈൻ പ്രസിഡന്റിൻ്റെ ജന്മനാടായ കീവ്രീഹിൽ അദ്ദേഹം കൃത്യമായി അറ്റാക്ക് ചെയ്തു, വ്ളാഡിമിർ പുടിൻ കൃത്യമായി അറ്റാക്ക് ചെയ്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. മാത്രമല്ല ഇതിനിടയിൽ യുക്രൈൻ സേന ഇറാൻ്റെ ഒരു കപ്പൽ ആക്രമിക്കും, അത് വലിയ തരത്തിലുള്ള നഷ്ടത്തിലൂടെ പോകും. ഇതിനെതിരായി ഇറാൻ യുക്രൈനെതിരായി പരസ്യമായി രംഗത്ത് വരുന്നെല്ലാം ഇതിനിടയിലുണ്ടായ മറ്റു സംഭവ വികാസങ്ങളാണ്. എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ പോലെ പശ്ചിമേഷ്യ വലിയ തരത്തിലുള്ള യുദ്ധങ്ങളിലോട്ട് പോകുന്നു. അതിനിടയിൽ ഇത്തരത്തിലുള്ള യുക്രൈനുമായിട്ടുള്ള അസ്വാരസ്യങ്ങളും പുറത്തു വരുന്നു. അതിനിടയിൽ ഒമാനുമായിട്ടുള്ള അതിർത്തി പങ്കിടലുമായി ബന്ധപ്പെട്ട ഹോർമൂസിൻ്റെ കാര്യത്തിൽ 50% ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ തരത്തിലുള്ള പിളർപ്പിലോട്ടും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യ അതിരൂക്ഷിതമായിരിക്കും കാര്യങ്ങൾ എന്നുള്ള നിലയിലോട്ട് തന്നെയാണ് പോകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. ഇതിനെല്ലാം ഡൊണാൾഡ് ട്രംപിന് ഈ പറഞ്ഞ പോലെ ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേൽ സേനയെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നേതാവായ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അനുനയിപ്പിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്.